അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും അത് റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ്, പ്ലീസ്. ഇങ്ങനെ ഒരു വേട്ടാവാളിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ഊറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യൻ 5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം കൂട്ടിയപ്പോ എങ്ങനെയെങ്കിലും ആൾക്കാരെ മുന്നിലൊന്ന് വന്ന് വെളുപ്പിക്കണല്ലോ. അതിനുവേണ്ടി ഒരു കരച്ചിൽ നാടകം. സത്യം പറയച്ചാൽ നിങ്ങൾ മുന്നേ കണ്ട ഈ ഒരു വീഡിയോ അത് അവന്റെ സബ്സ്ക്രൈബേഴ്സിനെ അവൻ കളിയാക്കിയത്. ഞാൻ കരയുന്നത് കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കണ്ണിൽ ഉള്ളി തേച്ചുകൊണ്ട് ഈ വീഡിയോന്റെ ഇടയിൽ അത് കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അത് കാണിക്കുന്നില്ല. അങ്ങനെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഒരു പുല്ല് വില പോലും ഇല്ല എന്നുള്ള ഒരു സാധനമാണ് ഇവൻ. രാജ എന്ന ഒരു ആപ്പാണ് വലിയ രീതിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. നല്ല പൈസയും കിട്ടിയിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ഒക്കെ വിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ കൊടുത്തിട്ട് ആ ഒരു വീഡിയോ ഇടവനെ കൊണ്ട് കഴിയൂല, പിടുക്ക് വിറയ്ക്കും. കാരണം ഒരു വീഡിയോ ഒന്ന് ഇട്ട് നോക്ക്, അപ്പൊ കാണാം ചാനൽ അങ്ങ് കത്തി പോണത്. അപ്പൊ നീ ആകെ ഉള്ളത് യൂട്യൂബാ. ഇൻസ്റ്റാഗ്രാം എന്തായാലും പോയി. പക്ഷെ നീ ഒന്നും തളരരുത്. നീ ഇതേ രീതിയിൽ തന്നെ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകണം. നിന്റെ ഏകദേശ രക്തത്തിൽ അതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഗൈസ്, എന്താ പറയുക, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. കോപ്പം കാര്യങ്ങളെന്നല്ല അടിപൊളിന്റെ മുന്നിൽ കൊണ്ട് ഗൈസ്. ഓക്കെ, ആ കണ്ണുനീര് തുടക്കി മോനെ. ഉള്ളി തേക്കുന്നതിന് മുന്നേ പറയുന്ന സാധനമാണിത്. കണ്ണുനീര് തുടക്കി, കണ്ണും ഉള്ളൊക്കെ കിടന്ന് ഇങ്ങനെ പെടക്കിണ്ട്. ഞാൻ നല്ല സന്തോഷത്തിലായിരിക്കുന്നത്. സന്തോഷം ഉണ്ടാവും, ജനങ്ങളല്ലേ പറ്റിച്ചിട്ടുള്ളത്, സന്തോഷം ഉണ്ടാവും. ഇൻസ്റ്റ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസുകളും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് യൂട്യൂബിൽ കണ്ടമാനം ട്രോളും കാര്യങ്ങളും കുറെ ഉണ്ട്. കുറെ വീഡിയോസുകൾ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് നോക്കിയപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറെ പേര് എനിക്ക് ലിങ്ക് അയച്ചു. സുജന ഇതൊക്കെ എന്താണ് അതുപോലെ തന്നെ ഇന്ന അറിയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടും മീൻസ് അന്വേഷിക്കുന്ന ആളുകൾ എന്താണ് സുജന ഉണ്ടായി, എന്താണ്ടായി, ഇത്രയും 5 ലക്ഷം ഫോളോവേഴ്സുള്ള അക്കൗണ്ട് ആയിരുന്നില്ലേ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു. അവരുടെ അടുത്ത് എല്ലാവരുടെ വലിയൊരു താങ്ക്സ്, നന്ദി പറയാണ്. കാരണം നന്ദി ഉണ്ടായാൽ മതിയുടെ തന്നി എന്ന് പറഞ്ഞതുപോലെ നീ അവരോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ കായ് പോകുമ്പോ അവര് തിരിച്ച് മടങ്ങി ഇങ്ങ് വരും. എന്നിട്ട് നിന്റെ അടുത്ത് തന്നെ അത് പറയും. അപ്പൊ നിങ്ങൾ കേട്ട വാർത്തയെല്ലാം നുണയായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? എന്റെ പാജ് പോയില്ല എന്നാണോ നീ പറയുന്നേ? നിന്റെ പേജും പോയി, നിനക്കത് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് മുക്കറ ഇടേണ്ടി വരും. കാരണം അമ്മാതിരി ഊള പരിപാടി ചെയ്തിട്ടുള്ളത്. നിയമപരമായിട്ടാണ് ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊന്നല്ല കിട്ടേണ്ടത് വലുതായിരുന്നു. നിർഭാഗ്യവശാൽ ഈ രീതിയിലായി. എന്തായാലും നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായി ആളുകളുടെ ആ ഒരു മനോഭാവം. ഞാൻ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ ട്രൗസറിൽ അപ്പിയിടും. അത് കണ്ട് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയും ട്രൗസറിൽ അപ്പിയിടാൻ നിൽക്കാറില്ല അല്ലേ? അതാണ് മറ്റൊരാൾ ചെയ്യുന്നത് ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാ. പക്ഷെ നിന്റെ കാര്യത്തിൽ നിനക്ക് തെറ്റുപറ്റി. എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കാര്യത്തെ എല്ലാ ദിവസവും ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് മോനെ അത് തെറ്റാടാ, ചെയ്യല്ലടാന്ന്. അതൊക്കെ കണ്ടുകൊണ്ടും നീ എന്ത് ചെയ്തു? നീ അത് ചെയ്തു. അപ്പൊ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതാണ് ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ടിട്ട് സംസാരിക്കുന്നത്, ഇന്നെയാണ് തോന്നുന്നു. എങ്ങനെ ചെയ്യാതിരിക്കും മോനെ? നിന്നെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളെ നീ ഊക്കാൻ നടന്ന പിന്നെ നിന്നെ കുറിച്ചല്ലാതെ പിന്നെ ആരെ കുറിച്ചാ വീഡിയോ ചെയ്യുക? അമ്മാതിരി ഇരുന്ന് പ്രൊമോഷൻ. റോട്ടിലിരിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുന്നു, ചായക്ക് 10,000 കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടല്. ഇതൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോ നിനക്കെതിരെ കുറച്ച് ആളുകൾ വീഡിയോ ചെയ്തപ്പോ നീ അവരെ ഊക്കിയില്ലേ? പിന്നെ നിനക്കെതിരല്ലാതെ പിന്നെ ആനക്കെതിരെ വീഡിയോ ചെയ്യുക? ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് ഗിവ് അവേ ചെയ്ത സമയത്ത്. പക്ഷെ വീണ്ടും ഞാൻ ഈ ഗെയിമിന്റെ സംഗതി ചെയ്തപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, കിട്ടും എന്നുള്ളത് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും കിട്ടരുത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴും നിനക്ക് ആ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. നീ ചെയ്ത തെറ്റാണ് എന്നുള്ളതിന്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്, അത് നിനക്ക് മനസ്സിലായിട്ടില്ല. ഒരിക്കലും കിട്ടരുത്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞുതരാം. ഇന്നെ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഞാനല്ല ആദ്യം പറഞ്ഞ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും കൂടി ഇന്റെ തമ്പലൈനും ഇന്റേതും വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ റീച്ച് അതാണ്. ആരാടാ തൊട്ടടുത്തിരുന്ന് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണത്? നിന്നെ വെച്ച് ചെയ്താലേ റീച്ച് കിട്ടുള്ളൂ. എടാ, നിന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ആളുകൾ പാഴാക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഈ ഒരു വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം. നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഇതിനിടയിൽ പാവപ്പെട്ട ആളുകൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യും. പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ, ചായ പിടിക്കാൻ പോകുമ്പോൾ ഒക്കെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അതൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട്
ഞാൻ പറയുന്നില്ല, അതിൽ പോയി പെട്ട ആളുകൾ മരണത്തിന്റെ വക്കിൽ പോലും എത്തുന്നുണ്ട്. തൊട്ടടുത്തിരുന്നിട്ട് ഒരുത്ത അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, അടാ നിന്നെ ചെയ്താലേടാ റീച്ച് കിട്ടുള്ളടാ, അതേടാ ഇതേടാ. വേറൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് എല്ലാവരും ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും ചെയ്യുന്നുള്ളത്. ഈ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് കുറച്ച് സംഘികൾ, ഇവരെല്ലാവരും ഈ ചാണകം തിന്നും, അതേപോലെ തന്നെ മൂത്രം കുടിക്കും, ഗോമൂത്രം. നീ എന്ന് പോയി അത് കുടി, അതല്ലേ ചെയ്യേണ്ടത്? എല്ലാവരും ചെയ്യണത് നോക്കിയിട്ടാണല്ലോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? വിരലിൽ എണ്ണാവുന്ന 10-15 ആൾക്കാർ ഏറെ ഉണ്ടാവും, അവരെല്ലാരും തേച്ചൊട്ടിക്കാറുണ്ട്. പക്ഷെ നീ വെല്ലുവിളി നടത്തുന്നുണ്ട്, അതുകൊണ്ടാ. നമുക്ക് ശത്രുക്കൾ വേണം, ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചെന്ന് മനസ്സിലാക്കുള്ളൂ. തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഒക്കെയാണ് നിന്റെ ശത്രു, അല്ലെ? ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് നിന്റെ ശത്രു. കേരളവും തമിഴ്നാടും ഒക്കെ ഓൾറെഡി 1962 ആക്ട് പ്രകാരം ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ആപ്പുകൾ അതിനെതിരെ ഇപ്പൊ പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 62-72 ആപ്പുകൾ ഓൾറെഡി പൂട്ടിക്കെട്ടിയത്. അതിലൊന്നാണ് രാജ ആപ്പ്. നീ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല, അല്ലെ? അതായത് നിനക്ക് ശത്രുവായി നിൽക്കുന്നത് ഗവൺമെന്റ് ആണല്ലേ? അതായത് ഇവിടെയുള്ള പരമോന്നത നീതിപീഠമാണ് നിന്റെ ശത്രു. കൊള്ളാം, ഇങ്ങനെ നന്നായി വളരാൻ പറ്റുമോ വെച്ചാൽ വളരെ ചെയ്യും. ഗെയിമിൽ നിന്ന് ഞാൻ ലക്ഷങ്ങളാണ് വാങ്ങിയത്. മറ്റേ ഞാൻ ഇൻകം ടാക്സ് കൊടുക്കണില്ല, ടാക്സ് കൊടുക്കണം. എന്റെ പൊന്നു മക്കളെ, ഞാൻ കാര്യം പറഞ്ഞുതരാം. 2020-2021 തൊട്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ, അതായത് 2018-19 യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത ആളാണ്. കറക്റ്റ് ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ പേയ്മെന്റിനും ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇക്കൊല്ലം അടയ്ക്കും. എനിക്ക് ഞാൻ പറയില്ലേ, നമുക്കൊരു പ്രൊമോഷൻ കിട്ടി, ഞാനത് ചെയ്തു, അത്ര. അല്ലാണ്ട് ഓരോ ആൾക്കാർ പറയുന്നത് 2 കോടി കിട്ടി, 3 കോടി കിട്ടി, 4 കോടി കിട്ടി എന്നൊക്കെയാണ് ഓരോരുത്തരത് ചെയ്യണത്. അങ്ങനെ 2 കോടി, 3 കോടി, 4 കോടിയൊക്കെ എനിക്ക് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം അതൊന്നൊരു ഗെയിമിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സെക്കൻഡ് ഹാൻഡ് BMW പോയി എടുക്കില്ല, അല്ലേ? കാരണം പുതിയത് പോയിട്ട് എടുക്കുള്ളൂ. പുതിയത് എടുക്കായിരുന്നു. നീ എന്തിനീ ലോക്കൽ ചെറുത് ഒക്കെ എടുത്തത് എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, അതായത് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞത്. മെയിലിലേക്ക് ഒരു മെയിൽ വരുന്നു, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത് ചാടി അങ്ങ് ചെയ്തു. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടനുണ്ട് ഇന്ത്യയിലെ, അല്ലെ? ഇന്ദുലേഖയുടെ പരസ്യത്തിൽ അഭിനയിച്ച മമ്മൂട്ടി ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഗ്യാരണ്ടി എന്നുള്ളത്. ഒരാൾ കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം മമ്മൂട്ടി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായത്. അതായത് ആരാണോ പരസ്യം ചെയ്യുന്നത് അവർക്കെതിരെയാണ്, ആ കമ്പനിയൊക്കെ മാറി നിൽക്കും. നിനക്കെതിരെയാണ് ആളുകൾ കംപ്ലൈന്റ് ചെയ്യുക. നീ കാരണമാണ്. നീ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടോ എല്ലാവരും സൂക്ഷിച്ചു കണ്ട് കളിക്കുക, ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. എന്നിട്ട് പോലും നീ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മളെ ബ്രോഡ്കാസ്റ്റ് ചാനലിലോട്ട് വരാൻ. അതായത് നീ തന്നെയാണ്. നിനക്കെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ ആ രാജ ആപ്പ് ഒന്നും പൊട്ടില്ല. നീ എന്തെങ്കിലും ഒരു ഇ സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഇ സൈന് മാത്രം മതി സ്ഥാപന ജംഗമ വസ്തുക്കളും കയ്യിൽ നിന്ന് പോവാ. അത് ആദ്യം മനസ്സിലാക്കി കേട്ടോ. എനിക്കൊരു പ്രത്യേകത ഒന്നുമില്ല. ഞാൻ അതാ ചോദിക്കുന്നത്, മറ്റുള്ള ആളുകളിൽ നിന്ന് എനിക്ക് എന്തൊരു പ്രത്യേകത ആണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഗെയിം എന്നുള്ളതല്ല, വേറെയും കുറെ സംഗതികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും പാടെ എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിയും കൂടി ഇരിക്കുന്നുണ്ട്. അതെന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പറയാ, എല്ലാവരും അടിപൊളിയായിട്ട് ട്രോൾ ചെയ്യട്ടെ, നമ്മൾക്കല്ലാണ്ട് വേറൊന്നും പറയല്ല. ഓക്കെ, അവനെതിരെ എല്ലാവരും ട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതും ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവൻ ഇട്ട് തന്ന വീഡിയോ ആണ്. പക്ഷെ ഈ വീഡിയോയിൽ അവന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് അവൻ ഉള്ളി തേക്കുന്നുണ്ട്. അതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്നത്, ഉള്ളിൽ കിടന്ന് പെടക്കി 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം ID ആണ് മൂഞ്ചിയിട്ടുള്ളത്. അത് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നീ എടുത്തു കഴിഞ്ഞ് വീണ്ടും ഇതേമാതിരി ഊളത്തരം തന്നെ നീ ചെയ്യുള്ളൂ എന്ന് ഉറപ്പല്ലേ? കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒട്ടുകൂത്തി പ്രാർത്ഥിക്കും, അത് വേറെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞേ ഇൻകം ടാക്സ്, അതന്നെ അതിനെ പറ്റി കുറേ പറയുന്നത്. അത് ഞാൻ എല്ലാ കൊല്ലം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും തട്ടിപ്പ് കാട്ടി നടക്കണം അങ്ങനൊന്നുമല്ല. കാരണം എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ടാക്സും കാര്യങ്ങളും ഫയൽ ചെയ്തിട്ട് തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട്. ഞാനല്ലാതെ വല്ല ജോൺ ഹോനായി എന്നല്ല മറ്റേതൊക്കെ പിടിച്ച് നടക്കാനും അതാക്കാനും ഒക്കെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഫയൽ ചെയ്ത് പോകുന്നുണ്ട്. ഒരു പ്രശ്നവും ദൈവാനുഗ്രഹം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ അടക്ക്. ഗവൺമെന്റിനോട് ഒരു ഇതുള്ള നല്ലതാ. പക്ഷെ എന്റെ ശത്രുക്കൾ കൂടുതൽ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായി. കേരള ഗവൺമെന്റ് തന്നെയാണ് നിന്റെ ശത്രു. കേരള ഗവൺമെന്റ് തന്നെയാണ് ഇതിന് നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം വഴി നിന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇമാതിരി ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഒരു ഉളുപ്പും ഇല്ലാതെ വീണ്ടും ന്യായീകരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യാടാ. അപ്പൊ ഞാൻ പറയാ, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ആൾക്കാർ ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയാ, എല്ലാരും കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും അവരാഘോഷിക്കട്ടെ. ആഘോഷിക്കാതിരിക്കില്ല. അതായത് നിരന്തരം ആളുകളെ കുഴിയിലേക്ക് തള്ളിയിടുന്ന ചില ആളുകളുണ്ട്, ഈ കുഴിയാനകളെ പോലെ. അങ്ങനെയുള്ള കുഴിയാനകൾ ഒരിക്കൽ വീഴ്ത്തിയിടുന്ന ആ ഒരു കല്ല് നെഞ്ചത്ത് പതിച്ച് തന്നെ തീരും. അത്രേ ഉള്ളൂ. നീ നിരന്തരം ആളുകളെ പറ്റിച്ചു, അതിന് കിട്ടിയ പണി അത്ര കൂട്ടിയാൽ മതി.
കാരണം ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്നോട് കുറെ പേര് പറഞ്ഞു സുജന എന്നെ വീഡിയോ ചെയ്യേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം അത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊന്നും അറിയാൻ പറ്റും. കാരണം പൊന്നൂസിനും എല്ലാവരും ഇവർക്കും അത് അൻഷാ ചാക്കറൊക്കെ വിളിക്കണ പേര് എന്റെ കൂടെ അടക്കം എല്ലാവർക്കും ഓരോരുത്തർ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അടങ്ങളെ കൂടെയുള്ള സുജിന്റെ അക്കൗണ്ട് പോയാൽ എന്താ അപ്പൊ അത് അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതായത് ഇപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലേ, ഒരുപാട് ആളുകളെ ഈമ്പിച്ച് ഒരുപാട് ആളുകളെയും പൈസയും പോയി ലൈഫ് കുട്ടിച്ചോറാക്കുന്ന ആപ്പും പ്രൊമോട്ട് ചെയ്തിട്ട് നിന്റെ കൂടെ ഇന്നും ആളുകളുണ്ട്. കാരണം നിന്റെ കയ്യിൽ വരുന്ന ആ ഒരു പണം കണ്ടുകൊണ്ട് തന്നെയാവും നിന്റെ കയ്യിൽ വരുന്ന അനധികൃതമായ പൈസ എന്ന് വേണമെങ്കിൽ പറയാം. നീ എത്ര ഇൻകം ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ കണ്ണുനീരും കൂടി നീ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അല്ലാണ്ട് മാസ് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊന്നല്ല, അത് അന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റ അക്കൗണ്ട് ഇപ്പോൾ ഓൾറെഡി ഡിസേബിൾ ആയിട്ട് കിടക്കുന്നത് തന്നെയാണ്. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് ആളുകളെ അറിയിക്കാൻ വേണ്ടി വന്നതാന്നാ പറയുന്നത്. സങ്കടം ഉണ്ട് കണ്ണില് എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി കൊള്ളാം. അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ റിട്ടേൺ കിട്ടും എന്നുള്ളത് തന്നെയാണ്. കിട്ടട്ടെ, ഞാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഒരിക്കലും കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ യെസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട്. ആള് നീ ഇനിയും ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി തരും, അത്ര തന്നെ. ഇതിൽ കുറെ പേര് ഇപ്പൊ പറയും ഇങ്ങനെ ഇതിന്റെ യൂട്യൂബിലൊക്കെ കുറെ പേര് കമന്റ് ഉണ്ടാകുന്നു, അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി. ഇപ്പൊ ഞാൻ ഒന്നുകൂടി എടുത്ത് ഞാൻ ചോദിക്കുകയാണ്, സത്യം ഞാൻ എന്താ കാട്ടിയാണ് എല്ലാവരും ഇത് ഞാനിപ്പോ ഒരു 3 മാസമായിട്ടാണ് ഈ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇന്നേക്കായി മുന്നേ വർഷങ്ങളായിട്ട് ഈ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത്, ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലാതെ വേറെ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇടയ്ക്ക് വല്ലവർക്കും സൈനൈഡ് കൊടുത്താൽ മതി, ആൾക്കാർ മരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ മതി. തൊട്ടടുത്തിരിക്കുന്ന ആള് എന്തിനാണ് അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ കാര്യത്തിൽ അവൻ ചെയ്ത തെറ്റാണ് എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ്, മോനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ, ആ ആപ്പ് ആളുകൾ അഡിഷൻ വന്നിട്ട് അവരെ പൈസ ഒക്കെ പോയിട്ട് ചിലപ്പോൾ അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോടാ എന്ന് പറയേണ്ട സുഹൃത്ത് തൊട്ടടുത്തിരുന്ന് പറയാ ഇടയ്ക്കൊക്കെ ആളുകൾക്ക് സൈനൈഡ് കൊടുക്കാറുള്ളൂ എന്ന്. സുജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇതാക്കി. ഞാനൊരിക്കലും നമ്മളതിനെ ഒരു സാറുമാരും അതായത് മീൻസ് പോലീസുകാരെ വിളിക്കുകയെ ചില കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, സുജിന അങ്ങനെ കാട്ടി. നമ്മളൊന്നും ഒരു തെറ്റും, നമ്മൾ കേരള പോലീസ് നമുക്ക് ബഹുമാനം മാത്രം തന്നെ ഉള്ളൂ. നമ്മളൊരിക്കലും അവരെ ഒരിക്കലും കുറ്റം പറയാനോ അല്ല തെറ്റ് കാട്ടി, നമ്മളൊരു തെറ്റ് കാട്ടി മീൻസ് ഞാൻ അത് ചെയ്തു അത്ര തന്നെ ഉള്ളൂ. അത് ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ചെയ്തത്. അല്ലാണ്ട് എന്താടാ കേരള പോലീസിന് നിന്റെ റെസ്പെക്ടിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തെറ്റാണ്, ഇതിൽ കേസ് എടുക്കേണ്ട ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ സുജിനെ നിന്നെ തന്നെയാണ് പൊക്കുക. അത് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത നാളെ കേൾക്കാനും സാധ്യതയുണ്ട്. പല ആളുകളും നിന്നെ ഇൻസ്പയർ ആയിട്ട് ഈ ഒരു കളിയും കളിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്ത് ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ പണി കിട്ടുക. അതിൽ തർക്കമൊന്നും വേണ്ട, പണി കിട്ടാനുള്ളത് കിട്ടാതിരിക്കൂല. ഇനിയാണ് അടുത്തത്, അതായത് എന്നെ ട്രോളു നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു വീഡിയോ എടുക്കുക, അവനെ ട്രോളണം, അതാണ് അവന് വേണ്ടത്. ഇനി ആളുകളിലേക്ക് എത്തണം. കാരണം ഇൻസ്റ്റാഗ്രാം പോയി, ഇനിയിപ്പോ യൂട്യൂബിൽ തന്നെ വീണ്ടും വരുമാനം ഒപ്പിക്കണം, അതന്നെ അറിയണതാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അത് ട്രോളൻ ആടുന്ന ഏട്ടന്മാർക്കും എന്റെ പെങ്ങന്മാർക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ തമ്പലേനെ. അപ്പൊ ഇത് നിങ്ങൾ എടുത്തിട്ട് കറക്റ്റ് മാക്സിമം യൂസ് ചെയ്തോളൂ ഉണ്ടോ ഇത്, കാരണം നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. ഓക്കെ, ആ 2 ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉളുപ്പ് എന്നൊരു സാധനം വേണം. ഇവിടെയുള്ള ട്രോളന്മാർ വെറുതെ ഒന്ന് ട്രോൾ ചെയ്തല്ല, എന്നെ പോലുള്ള ആളുകൾ വെറുതെ വീഡിയോ ചെയ്തതല്ല. നീ ചെയ്യുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകളിൽ ആരും പോയി ആ കുഴിയിൽ വിഴല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. നിനക്ക് തന്ന അതേ രാജ എനിക്കും വന്നിട്ടുണ്ട് മെയില്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ തള്ളിക്കളയാനുള്ള കാരണം എന്താ വെച്ചാൽ അത് കളിച്ച് ഇവിടെയുള്ള ജനങ്ങൾ ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തത്. എന്നിട്ടും നീ ഉളുപ്പില്ലാതെ അങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടടാ. കുറെ പേര് ചോദിച്ചു ഈ രാജ ഗെയിം രാജ ആരാണെന്ന്. രാജഭനാണ്, അതാണ് രാജ. ഓക്കെ, സെൽവപ്പാളയൻ രാജഭനാണ്. ഓക്കെ, എന്റെ പോലെ മക്കളെ നമുക്ക് ഇതിലൊരു മെയില് വന്നിട്ട് പ്രൊമോഷൻ ചെയ്താണ്, വേറെ ഒന്നുമല്ല. അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നാണ് പറയുന്നത്. അതാണ് രാജ. നിങ്ങൾ കണ്ടില്ല രാജ. ഓക്കെ, ആരാണ് രാജ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ. എന്നിട്ട് തൊട്ടടുത്ത് ചിരിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഇല്ലീഗൽ ആപ്പാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതും ആപ്പായിട്ട് പ്ലേ സ്റ്റോറിൽ പോലും ഇല്ലാത്തൊരു സാധനമാണ്. അത് കളിച്ച് ഇഷ്ടം പോലെ ആളുകളുടെ സ്വത്ത്, ഇഷ്ടം പോലെ ആളുകൾ മരണത്തിന്റെ വക്കിലേക്ക് എത്തുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സുഹൃത്തുക്കളായാലും നല്ല സുഹൃത്തുക്കളാവണം. കൂടെയുള്ള ആളുകൾ തെറ്റുകൾ തിരുത്താനും അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബോധമുള്ള കൂട്ടുകാരായിരിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ അടുത്തിരിക്കുന്ന ഇതാണ് രാജ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചില്ലേ, അവനെ പോലെയുള്ള ആളുകൾ ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. സുജിനെ, നീ വലിയ രീതിയിലുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ. ഇങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് അതിനെ സൂചിപ്പിക്കുക എന്നല്ലാതെ
ഇനിയും നിങ്ങൾ കൊട്ടി ആഘോഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത് അതത്ര വൃത്തിയുള്ള ഒരു പരിപാടിയൊന്നുമില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ നീച പ്രവൃത്തി തന്നെയാണ് ഇത്. നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ അതിൽ കൊണ്ടുപോയി പൈസ ഇടുന്നത്. ഇങ്ങനെയുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യാതെ അതിന് എതിരെ ശബ്ദിക്കാനായിരുന്നു നിന്നെ പോലെയുള്ള ആളുകൾ കൂടെ നിൽക്കേണ്ടിയിരുന്നത് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇനിയുമുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ്, ഇനിയുമുണ്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ആളുകൾ. ഇവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയില്ല. ഇവരെ പോലുള്ള ആളുകളെ ഇൻഫ്ലുവാണേഴ്സ് എന്ന് തന്നെ വിളിക്കുക തന്നെ വേണം. വേറൊന്നും പറയുന്നില്ല. ഇനിയും ആളുകളെ നമുക്ക് പൊളിച്ചടക്കാനുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ ഒരു ആപ്പുകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ശക്തമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.